ഹായ് ഫ്രണ്ട്സ്, എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് 10/6/2025 കേരള സർവകലാശാലയിൽ 2025-26 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ FIUGP ബിരുദാനന്തര ബിരുദ BEd പ്രവേശന നടപടികൾ ആരംഭിച്ചു. 4 വർഷ ബിരുദ FIUGPയുടെ ഡീറ്റെയിൽസ് ഓൾറെഡി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ്. ജൂൺ 15 വരെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് 3 വർഷ ബിരുദത്തിനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 വർഷ ബിരുദം ഓണേഴ്സ് ചെയ്യാം, അതെന്നുണ്ടെങ്കിൽ 4 വർഷ ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രവേശനം നേടി 3-ാം വർഷം കോഴ്സ് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് തൻ്റെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 വർഷ ബിരുദം ലഭിക്കുന്നതാണ്. 4 വർഷം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദം ലഭിക്കുന്നതാണ്. ഗവേഷണ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 4-year UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി ലഭിക്കുന്നു. ആൻഡ് കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ജനറൽ റിസർവേഷൻ, മാനേജ്മെന്റ്, സ്പോർട്സ് കോട്ട, PWD, ട്രാൻസ്ജെൻഡർ, TLM, ലക്ഷദ്വീപ് ഉൾപ്പെടെ ഏകജാലക സംവിധാനം വരെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പരമാവധി 20 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. ആൻഡ് ഫീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ രജിസ്ട്രേഷൻ ഫീസ് 900 രൂപയാണ്. SC വിഭാഗത്തിന് 500 രൂപയാണ്. ഓക്കെ, ദെൻ 1-ാം വർഷ PG അഡ്മിഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ജൂൺ 20 വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ഡേറ്റ്. അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിലേക്കും മറ്റ് സംവരണ സീറ്റിലേക്കും ഏകജാലക സംവിധാനം വഴിയായിരിക്കും അലോട്ട്മെൻറ്റ്. കേരള സർവകലാശാലയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, ഭിന്നശേഷിയുള്ളവർ, ട്രാൻസ്ജെൻഡർ, ലക്ഷദ്വീപ് നിവാസികൾ ഉൾപ്പെടെ ഏകജാലക സംവിധാനം വരെ അപേക്ഷ സമർപ്പിക്കണം. രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പരമാവധി 20 ഓപ്ഷനുകൾ വരെ നൽകാവുന്നതാണ്. പരാതിരഹിതമായ ഓൺലൈൻ രജിസ്ട്രേഷൻ ലക്ഷ്യമിടുന്നതിനാൽ വിദ്യാർത്ഥികൾ അതീവ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി രജിസ്ട്രേഷൻ നടപടിയിൽ മാർക്ക് എൻട്രി ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന മൊബൈൽ ഫോൺ നമ്പർ പ്രവേശന നടപടികൾ അവസാനിക്കുന്നതുവരെ ഒരു കാരണവശാലും മാറ്റരുത്. ഏകജാലക സംവിധാനത്തിലുള്ള എല്ലാ ഫീസുകളും ഓൺലൈൻ വഴി മാത്രം അടയ്ക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കോളേജുകളിലേക്കോ സർവകലാശാലയിലേക്കോ അയക്കേണ്ടതില്ല. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, ഫീസ് അടച്ചതിൻ്റെ രസീതും പ്രവേശന സമയത്ത് അതത് കോളേജുകളിൽ ഹാജരാക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് 1000, SC ST വിഭാഗത്തിന് 550 രൂപയാണ്. സംശയ നിവാരണത്തിന് എല്ലാ പ്രവൃത്തി ദിവസങ്ങളും 8281883052 വാട്സപ്പ് കോൾസ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രോസ്പെക്ടസ് വായിച്ചതിനു ശേഷം മാത്രം ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കുക. ഇനി BEd പ്രവേശനമാണ്. ജൂൺ 10 വരെ വൈകുന്നേരം 5 മണി മുതൽ 5 മണി മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ജൂൺ 22-ന് അവസാനിക്കുന്നതുമാണ്. 20 ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാം. ഫീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 1000 SC ST വിഭാഗത്തിന് അത് 550 രൂപയാണ്. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഓൺലൈൻ നമ്പറുണ്ട് 8281883053. അതുപോലെ BEd admission@kerala.university.ac.in എന്ന ഇമെയിൽ മുഖേന നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 2025-26 പുതിയ കോഴ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. 4 വർഷ ബിരുദ FIUGP പ്രവേശനത്തിലുള്ള അഡ്മിഷൻ പോർട്ടൽ നിലവിലുള്ള കോഴ്സുകൾക്ക് പുറമെ ഗ്രേസ് ഇൻ്റർനാഷണൽ അക്കാദമി പുനലൂരിൽ BSc സൈക്കോളജി, BCom ഫിനാൻസ് എന്നീ കോഴ്സുകൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 ജൂൺ 15 വരെ. കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്, പുനഃക്രമീകരിക്കാവുന്നതാണ്. ഇനി കോളേജ് മാറ്റത്തിന് അപേക്ഷിക്കാം. 5-ാം സെമസ്റ്ററിലേക്ക് ബിരുദ വിദ്യാർത്ഥികൾക്ക് CBCSS 2025-26 അധ്യയന വർഷത്തിൽ കോളേജ് മാറ്റത്തിന് അപേക്ഷിക്കാം. കോളേജ് മാറ്റം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ തമ്മിലും സ്വാശ്രയ കോളേജുകൾ തമ്മിലും UIT സെൻറ്ററുകൾ തമ്മിലും അനുവദിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം +2 അല്ലെങ്കിൽ തതുല്യം പരീക്ഷകളുടെ മാർക്കുകൾ സഹിതം പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ ശുപാർശയോടൊപ്പം 1050 രൂപ ഫീസ് അടച്ച് ചേരാൻ പോകുന്ന കോളേജിൽ ജൂൺ 20-ന് മുമ്പായിട്ട് സമർപ്പിക്കണം. തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1575 രൂപ കൂടി അടയ്ക്കേണ്ടതാണ്. അപേക്ഷ സർവകലാശാല രജിസ്റ്റർ തപാൽ ലഭിക്കേണ്ട അവസാന തീയതി ജൂൺ 26. ദെൻ കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് 2-ാം സെമസ്റ്റർ BTech 2020 സ്കീം റെഗുലർ 2024 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2020-23 അഡ്മിഷൻ ജൂൺ 2025 പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ജൂലൈയിൽ നടത്തുന്ന 4-ാം സെമസ്റ്റർ MFA പെയിൻറ്റിംഗ് ആൻഡ് സ്കൾപ്ചർ പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. റെഗുലർ BTech 2008 സ്കീം 8-ാം സെമസ്റ്റർ കോഴ്സ് കോഡിൽ വരുന്ന BTech പാർട്ട് ടൈം റീസ്ട്രക്ചേർഡ് കോഴ്സ് 2010 സ്കീം 8-ാം സെമസ്റ്റർ ഫെബ്രുവരി 2025, 7-ാം സെമസ്റ്റർ ജനുവരി 2025, 6-ാം സെമസ്റ്റർ നവംബർ 2024, 4-ാം സെമസ്റ്റർ ഡിസംബർ 2024 പരീക്ഷകളുടെ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.